ഇനി മറ്റു വാർത്തകളിലേക്ക്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയത്തിന് പിന്നാലെ കടുത്ത സൈബർ ആക്രമണം നേരിടുന്നതായി എഴുത്തുകാർ. LDF സ്ഥാനാർത്ഥി M സ്വരാജിനേക്കാളും സൈബർ ആക്രമണം നേരിടുന്നത് താനാണെന്ന് KR മീര പറഞ്ഞു. ഒരു ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോഴേ സർവ്വമത വിഷജീവികളും മാളം വിട്ടു പുറത്തിറങ്ങിയെന്ന് ബെന്യാമിനും ഫേസ്ബുക്കിൽ കുറിച്ചു. നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതവർഗീയവാദികളുടെ കൂട്ടുപിടിച്ച് ഉപതെരഞ്ഞെടുപ്പിലെ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിനു പിന്നാലെ വലിയ സൈബറാക്രമണം നേരിടുന്നതായി എഴുത്തുകാർ. ഉപതെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു ശേഷം ഇടത് സ്ഥാനാർത്ഥി M സ്വരാജിനേക്കാളും തന്നെയാണ് സാമൂഹിക മാധ്യമങ്ങൾ വഴി ആക്രമിക്കുന്നതെന്ന് എഴുത്തുകാരി KR മീര പറഞ്ഞു. എഴുത്തുകാർക്ക് രാഷ്ട്രീയം പറയുന്നതിൽ എന്തവകാശം എന്ന ചോദ്യത്തിലേക്ക് വരുന്ന വിധം ജനാധിപത്യത്തെയും ലോകത്തെയും രാഷ്ട്രീയത്തെയും പറ്റിയുള്ള ചിന്തകളും സമീപനവും ചുരുങ്ങി നാം ഏതു കാലത്താണ് ജീവിക്കുന്നതെന്ന് സംശയിക്കുന്ന തരത്തിലേക്കെത്തിയെന്ന് മീര പറഞ്ഞു. പുതിയ തലമുറ രാഷ്ട്രീയത്തിൽ എന്താണ് പഠിച്ചിരിക്കുന്നത്? ഇവർക്ക് എന്ത് ലോകബോധ്യമാണ് ഉണ്ടായിരിക്കുന്നതെന്നതിനെപ്പറ്റി വലിയ സംശയമാണ് ഉണ്ടായിരിക്കുന്നതെന്നും മീര കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ശ്രീ M സ്വരാജ് നേരിടുന്നതിനേക്കാൾ കൂടുതൽ ആക്രമിക്കുന്നത് തന്നെയാണ്. അതായത് എഴുത്തുകാർക്ക് രാഷ്ട്രീയം പറയുന്നതിൽ എന്ത് അവകാശം എന്ന ചോദ്യത്തിൽ വരുന്ന വിധം ജനാധിപത്യത്തെപ്പറ്റി, ലോകത്തെപ്പറ്റി, രാഷ്ട്രീയത്തെപ്പറ്റിയൊക്കെയുള്ള ചിന്തകളും സമീപനവും ഒക്കെ ചുരുങ്ങി നമ്മൾ ഏത് കാലത്താണ് ജീവിക്കുന്നതെന്ന് സംശയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പുതിയ തലമുറയിലെ ആളുകളെ കാണുമ്പോൾ പേടിയാണ്. വാസ്തവത്തിൽ ഇവരെന്താണ് പഠിച്ചിരിക്കുന്നത്, രാഷ്ട്രീയത്തിൽ ഇവരെന്താണ് പ്രയോഗിച്ച് കാണുന്നത്, ഇവർക്ക് എന്ത് തരം ലോക ബോധ്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി വലിയ സംശയങ്ങൾ ഉണ്ടാകുന്നു. അതേസമയം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വലതുമുന്നണി വിജയിച്ചപ്പോഴേക്കും കേരളത്തിലെ സർവ്വമത വിഷജീവികളും മാളം വിട്ട് പുറത്തുവന്ന് തിമിർത്താടുകയാണെന്ന് എഴുത്തുകാരൻ ബെന്യാമിൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ശ്രദ്ധിച്ചാൽ കേരളത്തിന് കൊള്ളാമെന്നും ബെന്യാമിൻ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.